ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ട്രെസ് ലെച്ചസ് കേക്ക് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇതിനകത്ത് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം പാലും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ഒരു കൂട്ടുണ്ടാകും. അതൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം ഒരു കപ്പ് മൈദ നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് ഹാഫ് കപ്പിൻ്റെ അളവായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പക്ഷെ വീണ്ടും അരിച്ചെടുക്കുക. ഇതുപോലെ ഒരു 3 പ്രാവശ്യം ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട, കാരണം നമ്മൾ അവസാനം ഇതിൻ്റെ അകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല മധുരമായി പോവും, പിന്നെ കേക്ക് നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് നല്ല ഫ്ലഫി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹൈ സ്പീഡിൽ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേക്ക് എനിക്കൊന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്ന ഇത് ഉണ്ടാക്കിയിട്ട് ഇടണമെന്ന്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടില്ല ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വാനില എസൻസും കൂടി ഒഴിച്ച് ബാക്കി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനോട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട ഇടുന്ന സമയത്ത് തന്നെ ഒഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അത് ഇട്ട് കൊടുക്കാൻ മറന്നോ ഇതാണ്. നമുക്ക് നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1-2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഫ്ലോറ് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പം 3 ഭാഗമാക്കി അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതും നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. സ്പാച്ചില വെച്ച് പതുക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പാച്ചുലയിൽ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പം നല്ല റിബൺ പോലെ അത് അതിലേക്ക് വീഴും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇത് കേക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു ടിന്നിൽ ഞാൻ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറും കൂടി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കേക്ക് ടിന്നിൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഹീറ്റ് പ്രൂഫ് ബൗളുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് കേക്ക് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ എന്തായാലും ഈ കേക്ക് ടിന്നിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇന്ന് ഞാനിത് ഓവനിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഓവൻ ഇല്ലാതെ എങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഞാനിത് ഓവനിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്കൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൽക്കൂട്ട് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പിനടുത്ത് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പം കുറച്ചും കൂടി പഞ്ചസാര, അതായത് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അവസാനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൽക്കൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാൽക്കൂട്ട് നിങ്ങൾക്ക് ആ കേക്ക് സോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ക്രീം റെഡിയാക്കാം, അതായത് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അവസാനം അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് നോക്കാം. എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തോ നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീനാണ്. അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും ഈ ഒരു അളവിൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു ഇതിലേക്ക് മാറ്റാം. നമുക്കതിൻ്റെ മേലെയുള്ള ബട്ടർ പേപ്പർ മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഗ്ലാസ് ബൗളിലാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതൊന്ന് കട്ട് ചെയ്ത് ആ പാത്രത്തിൽ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് അതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കാരണം പാലൊഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കേക്ക് കുടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം ഇടാൻ പറ്റുന്നത്ര നമുക്കിതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ പാൽക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ആ കേക്കിൻ്റെ മേലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ അകത്ത് നിന്ന് പാലിങ്ങനെ പുറത്തേക്ക് വരണം. അത്രയും ഒഴിച്ചു കൊടുക്കണം. കാരണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാല് മതിയാവില്ലെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു അളവ് വെച്ച് റെഡിയാക്കി എടുത്താൽ മതി. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ കേക്ക് കുടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നോസിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഡയറക്റ്റ് അതിലേക്ക് ക്രീം നിറച്ച് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഞാൻ വെറുതെ ഒരു നോസിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ചെറിയ ചെറിയ റോസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് റോസിൻ്റെ ബഡ്സ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ബ്ലാക്ക് ബെറി, അതുപോലെ തന്നെ ബ്ലൂബെറി, അതൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ സ്ട്രോബെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ച് ചെയ്തതേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ കയ്യിൽ പിസ്തയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്തിട്ട് കണ്ടത്. ചെറിയൊരു വ്യത്യാസം വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് ഇവിടെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഇതുപോലെ പാലുണ്ടാവണം. അത്രയും പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ഇത്രയും കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് പാലൊക്കെ കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്